ഇന്നലെ RCBയോട് തോറ്റതോടുകൂടി മുംബൈയുടെ നില പരുങ്ങലിലായിരിക്കുകയാണ്. കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ മാത്രം വിജയിച്ച അവർ 2 പോയിന്റുമായി പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. RCB ഉയർത്തിയ 222 എന്ന വിജയലക്ഷ്യത്തിനായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് 12 റൺസിനാണ് പരാജയപ്പെട്ടത്. പരാജയത്തിന് പിന്നാലെ നായകൻ ഹർദിക് പാണ്ഡ്യയുടെ ഒരു തെറ്റായ തീരുമാനം കൂടി ചർച്ചയാവുകയാണ്. മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് RCBയെ ആദ്യം ബാറ്റ് ചെയ്യാൻ വിടുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ ഇംഗ്ലീഷ് വെടിക്കെട്ട് താരം ഫിൽ സോൾട്ടിനെ ട്രെന്റ് ബോൾട്ട് പുറത്താക്കിയെങ്കിലും കോഹ്ലിയും പടിക്കലും ചേർന്ന് പവർ പ്ലേയിൽ ഒരു വിക്കറ്റിന് 73 എന്ന മികച്ച സ്കോറിലേക്ക് RCBയെ എത്തിച്ചു. കോഹ്ലി പടിക്കൽ സഖ്യം മുംബൈക്ക് വലിയ വെല്ലുവിളി ഉയർത്തവെയാണ്. യുവ സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ പടിക്കലിനെ പുറത്താക്കി മത്സരം മുംബൈയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യ ഓവറിൽ തന്നെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയ വിഘ്നേഷ് പുത്തൂറിനെ ആ ഒരൊറ്റ ഓവറിന് ശേഷം നായകൻ ഹർദിക് പാണ്ഡ്യ ഉപയോഗിച്ചില്ല. മുംബൈയുടെ ബൗളർമാരെല്ലാം തല്ലുകൊണ്ട മത്സരത്തിലെ തന്റെ ആദ്യ ഓവറിൽ തന്നെ വിഘ്നേഷ് വിക്കറ്റ് വീഴ്ത്തിയത്. എന്നാൽ താരത്തെ പിന്നീട് പാണ്ഡ്യ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. ഇതിനുശേഷം മറ്റൊരു സ്പിന്നറായ മിച്ചൽ സാന്റ്നറെ ഹർദിക് പാണ്ഡ്യ ഉപയോഗിച്ചുവെങ്കിലും സാന്റ്നറും നന്നായി അടിവാങ്ങിയിരുന്നു. എന്നിട്ടും ചൈനാമൻ സ്പിന്നറെ ഹർദിക് പാണ്ഡ്യ ഉപയോഗിച്ചതേയില്ല. മുംബൈയുടെ പരാജയത്തിന് കാരണം ഇത്തരത്തിൽ ഹർദിക് സ്വീകരിക്കുന്ന മണ്ടൻ തീരുമാനങ്ങൾ മൂലമാണ് എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ.